നമസ്കാരം. അജയ്സ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്ലസ്. വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയും. സംശയമുണ്ടോ? നിങ്ങൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ടോ? നിങ്ങൾക്കൊരു സ്ട്രോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് പറയൂ, ഞാൻ പറയാം. എങ്ങനെയെന്നല്ലേ? ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്കറിയാമോ, 61% അമേരിക്കക്കാർക്കും തങ്ങളുടെ സോഡിയക് സൈൻ ഏതാണ് എന്ന് കൃത്യമായി അറിയാം. എന്നാൽ 51% അമേരിക്കക്കാർക്കും മാത്രമേ തങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എന്നറിയൂ. നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നാലോ, എത്ര പേർക്ക് തങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എന്നറിയാമെന്ന് ചോദിച്ചാൽ ഇപ്പോഴും കൃത്യമായ ഒരു കണക്കോ ഉത്തരമോ ഇല്ല എന്നതാണ് സത്യം. എന്തിനാണ് നമ്മൾ നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്? കാരണമുണ്ട്. ഒരു അടിയന്തര ഘട്ടത്തിൽ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എന്നറിയാമെങ്കിൽ അതൊരു പക്ഷേ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഉപകരിച്ചേക്കാം. മാച്ചിങ് ബ്ലഡ് ഗ്രൂപ്പുകൾക്ക് മറ്റൊരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചേക്കാം. പ്രത്യേകിച്ചും വലിയ പരിക്കുകൾ ഉണ്ടാകുന്ന ആൾക്കാർക്കും ക്യാൻസർ മുതലായ അസുഖം ഉള്ളവർക്കും അതേപോലെ പ്രീമച്വർ ആയിട്ടുള്ള കുട്ടികൾക്കും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എന്നറിയുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് നൽകും. പ്രത്യേകിച്ചും ഹൃദയ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചും മറ്റും. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം. റിസർച്ചുകൾ ഇപ്പോൾ പറയുന്നത് ചില ബ്ലഡ് ടൈപ്സ്, പ്രത്യേകിച്ചും ബ്ലഡ് ടൈപ്പ് എ ആൻഡ് ബി, രക്തത്തിൽ ക്ലോട്ട് ഉണ്ടാകുവാനുള്ള സാധ്യതയുടെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഹൈ റിസ്ക് കാറ്റഗറിയാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ രണ്ട് ബ്ലഡ് ടൈപ്പുകാർക്കും ഹൃദയാഘാതമോ സ്ട്രോക്കോ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് കേട്ട് നിങ്ങൾ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു ഒറ്റ കാരണം മാത്രമൊന്നുമല്ല ഒരാൾക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ഇതിനുള്ള സാധ്യത കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. എന്താണ് ബ്ലഡ് ടൈപ്സ്? എന്തൊക്കെയാണ് ബ്ലഡ് ടൈപ്സ്? എ, ബി, ഒ, അതേപോലെ എ ബി, ഇതൊക്കെയാണ് സാധാരണ കാണുന്ന ബ്ലഡ് ടൈപ്സ്. ആൻറ്റിജൻസ് എന്നറിയപ്പെടുന്ന ചില വസ്തുക്കളുടെ സാന്നിധ്യമോ അഭാവമോ ആണ് ഇങ്ങനെ ബ്ലഡ് ടൈപ്സ് തീരുമാനിക്കുന്നത്. ഇതൊന്നും കൂടാതെ രക്തത്തിൽ RH ഫാക്ടർ എന്ന പേരായ ഒരു പ്രോട്ടീൻ്റെ സാന്നിധ്യമോ അഭാവമോ ബ്ലഡ് ടൈപ്സിനെ 8 ആക്കി മാറ്റും. എ പോസിറ്റീവ്, എ നെഗറ്റീവ്, ബി പോസിറ്റീവ്, ബി നെഗറ്റീവ്, ഒ പോസിറ്റീവ്, ഒ നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ്. ഇതൊന്നും കൂടാതെ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് HH എന്നറിയപ്പെടുന്ന ബോംബെ RH നെഗറ്റീവ് ഗ്രൂപ്പ് എന്ന ഒരു റെയർ ബ്ലഡ് ഗ്രൂപ്പ് കൂടി ഉണ്ട്. 2020 അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ഒരു ജേണൽ ആർട്ടീരിയോസ്ക്ലീറോസിസ്, ത്രോംബോസിസ് ആൻഡ് വാസ്കുലർ ബയോളജിയിൽ പബ്ലിഷ് ചെയ്ത ഒരു പഠന വിവരം വെളിപ്പെടുത്തുന്നത് ടൈപ്പ് എയും ബിയും രക്തഗ്രൂപ്പ് ഉള്ളവർക്ക് അവരുടെ രക്തത്തിൽ ക്ലോട്ട് ഉണ്ടാകുവാനുള്ള സാധ്യത O രക്തഗ്രൂപ്പ് ഉള്ളവരെക്കാൾ വളരെ കൂടുതലാണ് എന്നാണ്. ദേ ആർ അറ്റ് ഹയർ റിസ്ക് ടു ഡെവലപ്പ് ബ്ലഡ് ക്ലോട്ട്സ് എന്നാണ് ആ പഠനം പറയുന്നത്. 4 ലക്ഷം ആൾക്കാരിൽ നടത്തിയ ഈ പഠനം വെളിവാക്കിയത് ബ്ലഡ് ടൈപ്പ് എയും ബിയും ഉള്ളവരിൽ കാലിലുണ്ടാകുന്ന ബ്ലഡ് ക്ലോട്ട്, ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, അതുണ്ടാകുവാനുള്ള സാധ്യത ടൈപ്പ് ഒയേക്കാൾ 50% അധികമാണ് എന്നാണ്. അതേപോലെ പൾമനറി എംബോളിസം ഡെവലപ്പ് ചെയ്യുവാനുള്ള സാധ്യത ഇവരിൽ ടൈപ്പ് ഒയേക്കാൾ 47% അധികമാണ്. ശരീരത്തിലുണ്ടാകുന്ന ഒരു ക്ലോട്ട് സഞ്ചരിച്ച് ലങ്സിൽ എത്തുമ്പോഴാണ് അത് പൾമനറി എംബോളിസം ആകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? യൂണിവേഴ്സിറ്റി ഓഫ് വെർമൺ മെഡിക്കൽ സെൻറ്ററിലെ ഒരു ഹീമറ്റോളജിസ്റ്റും ലാർണർ കോളേജ് ഓഫ് മെഡിസിൻ അറ്റ് UVM ഇൻ ബർലിംഗ്ടൺ, വെർമണ്ടിലെ ഒരു മെഡിസിനിലെയും പാത്തോളജിയുടെയും പ്രൊഫസറും കൂടിയായ മേരി കുഷ്മാൻ, അവർ പറയുന്നത് ഇതിന് പല കാരണങ്ങൾ ഉണ്ട് എന്നാണ്. ബ്ലഡ് ടൈപ്പുകളെ നിയന്ത്രിക്കുന്ന എൻസൈമുകൾക്ക് വേറെയും ജോലിയുണ്ട്. ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായ ഒരു പ്രോട്ടീനുണ്ട്, വോൺ വിൽബ്രാൻഡ് ഫാക്ടർ. നേരത്തെ പറഞ്ഞ എൻസൈമിൻ്റെ ഒരു ജോലി ഈ വോൺ വിൽബ്രാൻഡ് ഫാക്ടർ എന്ന പ്രോട്ടീനെ മോഡിഫൈ ചെയ്യുകയാണ്. നമുക്കൊരു മുറിവുണ്ടായാൽ ആ ഭാഗത്തെ രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന, അല്ലെങ്കിൽ ബ്ലീഡിംഗ് നിർത്തി പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അഡ്ഹീഷനും അഗ്രിഗേഷനും സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് വോൺ വിൽബ്രാൻഡ് ഫാക്ടർ. ഈ പ്രോട്ടീൻ്റെ ഒരു മോഡിഫിക്കേഷൻ ഓരോ ബ്ലഡ് ടൈപ്പിലും ഓരോ തരത്തിലായിരിക്കും. ബ്ലഡ് ടൈപ്പ് O ഉള്ളവരിൽ വോൺ വിൽബ്രാൻഡ് ഫാക്ടർ കുറവായിരിക്കും. അവർക്ക് അബ്നോർമൽ ക്ലൗട്ട്സിൻ്റെ റിസ്ക് കുറവായിരിക്കും. ടൈപ്പ് AB-യിലാണ് ഇത് കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് അവർക്കായിരിക്കാം ഹയസ്റ്റ് റിസ്ക് ഓഫ് ബ്ലഡ് ക്ലോട്ട്സ്. ടൈപ്പ് A രക്തം ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനുമായി, നമ്മൾ സാധാരണ പറയുന്ന LDL കൊളസ്ട്രോളുമായി നേരിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു.
ഈ ഒരു LDL കൊളസ്ട്രോൾ ആണ് നമ്മുടെ ആർട്ടറികളെ ക്ലോഗ് ചെയ്യുന്ന അല്ലെങ്കിൽ അടച്ചു കളയുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. ബ്ലഡ് ടൈപ്പുകൾ സ്ട്രോക്ക് എന്ന റിസ്കിനും കാരണമാകും. ന്യൂറോളജി എന്ന പേരായ ഒരു മെഡിക്കൽ ജേർണൽ 2022 17,000 സ്ട്രോക്ക് പേഷ്യൻസിൽ നടത്തിയ 48 പഠനങ്ങൾ അത് റിവ്യൂ ചെയ്തപ്പോൾ ബ്ലഡ് ടൈപ്പ് എ ഉള്ളവരിൽ ഏർലി സ്ട്രോക്കിനുള്ള സാധ്യത 16% അധികമാണ് എന്നും ടൈപ്പ് ഒ ഉള്ളവരിൽ ഇത് 12% കുറവാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ബ്ലഡ് ടൈപ്പും COVID-19 എന്തെങ്കിലും ബന്ധമുണ്ടോ? പഠനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഒരു തീരുമാനത്തിലെത്തുവാൻ ഇനിയും സമയം എടുത്തേക്കും. ഇമ്മ്യൂണോബയോളജി എന്നു പേരായ ഒരു ജേർണലിൽ വന്ന ഡാനിഷ് പഠനം വെളിപ്പെടുത്തുന്നത് കോവിഡ് വൈറസ് പിടിപെടുവാൻ ഏറ്റവും സാധ്യത കുറഞ്ഞ ടൈപ്പ് ഒ ആണ് എന്നായിരുന്നു. വാക്സിൻ വരുന്നതിന് മുമ്പ് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ വലിയ പ്രൊട്ടക്ഷനൊന്നുമില്ലാതിരുന്ന COVID-19 ചികിത്സയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്ന കുറച്ച് ആശുപത്രി ജീവനക്കാരിൽ നടത്തിയ ഒരു പഠനമായിരുന്നു ഈ കണ്ടെത്തൽ നടത്തിയത്. അതേപോലെ തന്നെയാണ് ബ്ലഡ് ടൈപ്പ് ഒ ഉള്ളവർക്ക് കോളറയും മലേറിയയും അത് പിടിപെടുവാനുള്ള സാധ്യത കുറവാണ് എന്ന്. പറഞ്ഞു വന്നത്, നിങ്ങളുടെ ബ്ലഡ് ടൈപ്പ് ഏതാണ് എന്നറിയുന്നത് നിങ്ങളുടെ ഹൃദയാരോഗ്യത്തിലേക്ക് ചില ഉൾക്കാഴ്ചകൾ നൽകുന്നതിന് സഹായിക്കും. ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാർ കൂടുതൽ പറയുന്നത് ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, പുകവലി, ജീവിതശൈലി തുടങ്ങിയ മാനേജബിൾ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചും മാത്രമാണ്. എന്നാൽ ജീൻസിനെ കുറിച്ചും ഹാർട്ട് ഡിസീസിൻ്റെ ജനറ്റിക് റിസ്കിനെ കുറിച്ചും ആരും സംസാരിക്കുന്നില്ല. ഞാൻ ബി പോസിറ്റീവ് രക്തഗ്രൂപ്പുകാരനാണ്. 2002 എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഞാൻ പുകവലിക്കുമായിരുന്നു. അതായിരിക്കാം അങ്ങനെ ഒന്ന് ഉണ്ടാകുവാനുള്ള കാരണം. ഞാൻ പുകവലി നിർത്തി. സ്ഥിരമായും ദിവസവും 1 മണിക്കൂർ നടക്കുമായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഡോക്ടർ പറയുന്ന എല്ലാ മരുന്നുകളും കഴിക്കുമായിരുന്നു. എന്നിട്ടും 2014 12 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ച ഒരു കാര്യം, ഞാൻ ഈ ലൈഫ് സ്റ്റൈൽ എല്ലാം മോഡിഫൈ ചെയ്തിട്ടും മരുന്ന് മുടക്കാതിരുന്നിട്ടും എന്തുകൊണ്ട് വീണ്ടും ഉണ്ടായി എന്നാണ്. ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം മേ ബി ഡ്യൂ ടു ജനറ്റിക് റീസൺസ് എന്നായിരുന്നു. നിങ്ങളുടെ ബ്ലഡ് ടൈപ്പ് അതെന്തുമാകട്ടെ, നിങ്ങളുടെ ഹൃദയാരോഗ്യം അത് വളരെ പ്രധാനമാണ്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ലൈഫ് എസെൻഷ്യൽ 8 എന്ന ഗൈഡൻസ് നിർബന്ധമായും ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എന്തൊക്കെയാണത്? ഈറ്റിംഗ് റൈറ്റ്, നല്ല ഭക്ഷണശീലം ഉണ്ടാക്കുക. സ്റ്റേയിങ് ആക്റ്റീവ്, എപ്പോഴും ആക്റ്റീവായിരിക്കുക. നോട്ട് സ്മോക്കിംഗ്, പുകവലിക്കാതിരിക്കുക. ഗെറ്റിംഗ് ഇനഫ് സ്ലീപ്പ്, ആവശ്യത്തിന് ഉറക്കം കിട്ടുക. മാനേജിങ് വെയിറ്റ്, ശരീരഭാരം കുറയ്ക്കുക. കൺട്രോളിങ് കൊളസ്ട്രോൾ നിയന്ത്രണ വിധേയമാക്കുക. മാനേജിങ് ബ്ലഡ് ഷുഗർ, രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് മാനേജ് ചെയ്യുക. മാനേജിങ് ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം മാനേജ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബ്ലഡ് ടൈപ്പുകൾ നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ചെറിയൊരു ചൂണ്ടുപലക മാത്രമാണ്. നമുക്ക് എന്ത് ചെയ്യുവാനാകും എന്ന് ചോദിച്ചാൽ നേരത്തെ തന്നെ മെഡിക്കൽ ചെക്കപ്പുകൾ എടുക്കുവാനാകും. അതിനനുസരിച്ച് നമ്മളുടെ ജീവിതശൈലി നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. അതുമാത്രമേ നമുക്ക് സാധ്യമാകൂ. അസുഖങ്ങൾ അത് ഹൃദയ സംബന്ധമായാലും മറ്റെന്തെങ്കിലും ആയാലും വേറെയും പല കാരണങ്ങൾ ഉണ്ടാകും എന്നുകൂടി ഓർമ്മിക്കുക. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.